അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിമനോഹരമായ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പ്രവാചകൻ തൻ്റെ ജീവിതത്തിലെ അത്രയേറെ വേദനകൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇരിക്കുമ്പോഴാണ് പ്രവാചകന് സമാശ്വാസത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ഒക്കെ തണൽ നൽകിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ കഥ പറഞ്ഞു കൊടുക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ആ കഥയാണ് ഇവിടെ പറയുന്നത്. ഒരു മനോഹരമായ പ്രണയത്തിൻ്റെ കഥയാണത്. കഥയിലേക്ക് വരുന്നതിന് മുമ്പ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ നിന്ന് തുടങ്ങാം നമുക്ക്. ഖദീജ ബീവി മക്കയിലെ പ്രമുഖയായ സമ്പന്നയായ കച്ചവടക്കാരിയായിരുന്നു. ഒരിക്കൽ അവർ ഒരു വിളംബരം നടത്തുന്നുണ്ട് മക്കയിൽ. തൻ്റെ കച്ചവട ചരക്കുകൾ വിദേശ നാടുകളിൽ കൊണ്ടുപോയി വിൽക്കാനും കച്ചവടത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനും വേണ്ടിയിട്ട് വിശ്വസ്തനായ ഒരു കച്ചവടക്കാരനെ വേണം. മക്കയിലെ പല പ്രമുഖരായ സമ്പന്നരായ ആളുകളും ഖദീജ ബീവിയുടെ വീട്ടുപടിക്കലെത്തുന്നുണ്ട്, അത്രയും വലിയ കച്ചവടത്തിനെ നയിക്കാൻ വേണ്ടിയിട്ട് പല നാടുകളിലേക്കും പോകാൻ വേണ്ടി. പക്ഷേ ഖദീജ ബീവിക്ക് അവരെ ഒന്നും പിടിക്കുന്നില്ല. ആ സമയത്താണ് അബൂ ത്വാലിബ് ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് വരുന്നത്. എന്നിട്ട് ബീവിയോട് സംസാരിക്കുന്നുണ്ട്. ഖദീജ, നിന്റെ കച്ചവടത്തിൻ്റെ മുഴുവനും ചുമതലയും നോക്കാൻ നീ വിശ്വസ്തനായ ഒരാളെയാണ് നോക്കുന്നതെങ്കിൽ എൻ്റെ മുഹമ്മദിനേക്കാൾ വിശ്വസ്തനായ ഒരാൾ ഇന്ന് മക്കയിൽ വേറെ ഇല്ല. ഖദീജ ബീവി മറുപടി പറയുന്നുണ്ട്, അതെ, എനിക്ക് വളരെയധികം സമ്പത്തുണ്ട്, അതുകൊണ്ട് തന്നെ വിശ്വസ്തനായ ഒരാളെയാണ് ഞാൻ നോക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഒരു വലിയ ദൗത്യം ബീവി ഏൽപ്പിക്കുകയാണ്. അഥവാ തങ്ങളുടെ കച്ചവട ചരക്കുകൾ മുഴുവനും വിദേശ നാടുകളിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്യുക, അവിടുത്തെ കണക്കുകളൊക്കെ നോക്കുക തുടങ്ങിയ വലിയൊരു ഉത്തരവാദിത്തമാണ് വളരെ ചെറിയ പ്രായത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏൽപ്പിക്കുന്നത്. പ്രവാചകൻ വളരെ ഭംഗിയായിട്ട് അത് നിർവഹിക്കുന്നുണ്ട്. ഷാമിലും മറ്റൊക്കെ കച്ചവടത്തിന് പോകുമ്പോൾ ബീവി തൻ്റെ മൈസറ എന്ന അടിമയെ ഇവരുടെ കൂടെ പറഞ്ഞയക്കുന്നുണ്ട്. യാത്രയിൽ ഉടനീളം കാണുന്ന മനോഹരമായ കാഴ്ചകൾ ഈ മൈസറെ ഞെട്ടിപ്പിച്ച് കളയുകയാണ്. അവർ പോകുന്ന യാത്രയിൽ അവർ തങ്ങുന്ന മഠങ്ങളിലും മറ്റു മതക്കാരുടെ ആരാധന കേന്ദ്രങ്ങളിലെല്ലാം അവിടുത്തെ സന്യാസിമാരും പുരോഹിതരും ഒക്കെ ഈ ഒരു വലിയ മനുഷ്യനെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. അവരെല്ലാം പറയുന്നുണ്ട്, ഇത് വരും കാലത്തേക്കുള്ള പ്രവാചകനാണ്, വരും കാലത്ത് ഈസാ നബിയുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞ വരും കാലത്ത് പ്രത്യക്ഷപ്പെടുമെന്ന് പറഞ്ഞ പ്രവാചകനാണ് നിങ്ങളുടെ കൂടെയുള്ളത് എന്ന് പറഞ്ഞിട്ട് പ്രവാചകന്റെ മഹത്വം അവർ അന്നേ തിരിച്ചറിയുന്നുണ്ട്. മൈസറ ഈ കാര്യങ്ങളെല്ലാം കണ്ട് വളരെ അത്ഭുതപ്പെടുന്നു. കച്ചവടമെല്ലാം കഴിഞ്ഞ് വൻ ലാഭത്തോടെയാണ് അത്തവണ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ച് മക്കയിലേക്ക് വരുന്നത്. ബീവി തൻ്റെ മട്ടുപ്പാവിലിരുന്ന് തൻ്റെ കച്ചവടക്കാരെ ഇങ്ങനെ നോക്കി, അവർ ദൂരെ നിന്നും വരുന്നത് നോക്കി നിൽക്കുമ്പോഴാണ് അത്ഭുതകരമായ ആ കാഴ്ച കാണുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു മേഘക്കീറ് വന്നുകൊണ്ട് തണലിട്ട് കൊടുക്കുന്നു. ബീവി അത്ഭുതപ്പെട്ടു പോകുന്നു. ആ സമയത്ത് തന്നെ ഖദീജ ബീവി മനസ്സിലാക്കുന്നുണ്ട്, ഇത് സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല എന്ന്. അത്രത്തോളം വിശ്വസ്തനും സത്യസന്ധനുമായിരുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഇതുപോലത്തെ ഒരുപാട് അത്ഭുത കർമ്മങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ ബീവിക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വളരെയധികം താല്പര്യം തോന്നുന്നുണ്ട്. മൈസറ വന്നുകൊണ്ട് കച്ചവടത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. വളരെ സത്യസന്ധമായ രീതിയിൽ കച്ചവടം ചെയ്ത മുഹമ്മദ് എന്ന മക്കയിലെ യുവാവിനെ കുറിച്ച് പറയുന്നുണ്ട്. മൈസറ പറയുന്നു, കച്ചവടത്തിന് ആളുകൾ വരുമ്പോൾ ഗുണം മാത്രമല്ല അതിലുള്ള തിന്മകളും പറയുന്നു. അങ്ങനെയൊക്കെയാണ് ഇവർ കച്ചവടം ചെയ്തത്. അതുകൊണ്ട് തന്നെ സാധാരണത്തിൽ കവിഞ്ഞ വലിയ ലാഭമാണ് മുഹമ്മദ് ഈ കച്ചവട സംഘത്തിന് ഉണ്ടാക്കിയെന്ന വാർത്ത മൈസറ ഖദീജ ബീവിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഖദീജ ബീവിക്ക് വളരെയധികം സന്തോഷമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഖദീജ ബീവിക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവാഹം കഴിക്കുന്നതിനുള്ള വലിയ ആഗ്രഹവും മനസ്സിൽ തോന്നി തുടങ്ങുന്നത്. തൻ്റെ കച്ചവടം നോക്കാനും കച്ചവട ചരക്കുകൾ കൊണ്ടുപോകാനൊക്കെ വളരെ വിശ്വസ്തനായ ഒരാൾ തൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് വളരെ വലിയ അനുഗ്രഹമായിരിക്കുമെന്നും മാത്രമല്ല ഇത്രത്തോളം അത്ഭുത കർമ്മങ്ങൾ കാണിക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമായിട്ട് ഖദീജ ബീവിക്ക് തോന്നിയിരുന്നു. അങ്ങനെയാണ് തൻ്റെ അടിമയെ അബൂ ത്വാലിബിൻ്റെ അടുത്തേക്ക് ഖദീജ ബീവി പറഞ്ഞയക്കുന്നത്. അബൂ ത്വാലിബിൻ്റെ അടുത്ത് വന്നുകൊണ്ട് മൈസറ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു. അബൂ ത്വാലിബ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഖദീജ ബീവി അങ്ങക്ക് ഒരു വിവാഹ അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാണം കൊണ്ട് ഒന്നും സംസാരിക്കാതെ തല താഴ്ത്തി അവിടെ നിന്ന് തിരിഞ്ഞു പോരുകയാണ്. ഉടനെ അബൂ ത്വാലിബ് ഖദീജ ബീവിയുടെ വീട്ടിൽ ചെന്നുകൊണ്ട് ഈ വിവാഹത്തിന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതിച്ച കാര്യവും അറിയിക്കുന്നു. വളരെ ആഘോഷബഹുലമായ ദിവസങ്ങളായിരുന്നു പിന്നീട് നടന്നത്. കാരണം മുൻപ് 2 വിവാഹങ്ങൾ കഴിഞ്ഞ് വിധവയായിരിക്കുന്ന ഖദീജ ബീവിക്ക് മക്കയിലെ പല പ്രമുഖരും അവരുടെ വിവാഹാഭ്യർത്ഥനകളുമായിട്ട് ഖദീജ ബീവിയുടെ വീട്ടുപടിക്ക് എത്തുന്നുണ്ട്. പക്ഷെ ആരെയും സ്വീകരിക്കാൻ ബീവി തയ്യാറായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്നൊരു സമയത്താണ് ഇവരുടെ വിവാഹം നടക്കുന്നതൊക്കെ. ആ സമയത്ത് ബീവിയുടെ പിതാവായിരുന്ന ഹുവൈലിദ് ഒരിക്കൽ ഖദീജ ബീവിയുടെ അടുത്ത് വന്നുകൊണ്ട് പറയുന്നുണ്ട്, മോളെ, നിനക്ക് വലിയ സമ്പന്നരായ ഒരുപാട് ആളുകളുടെ കല്യാണാലോചനകൾ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ എന്തിനാണ് വളരെ ദരിദ്രനായ യതീമായ മുഹമ്മദിനെ, നിന്റെ ജോലി ചെയ്യുന്ന ഒരാളെ നീ വിവാഹം കഴിക്കുന്നതെന്ന് ഖദീജ ബീവിയോട് വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഖദീജ ബീവി പറയുന്ന മറുപടി ഇങ്ങനെയാണ്, ഉപ്പ,
ഇന്ന് മക്കയിൽ ഖുറൈശികളെക്കാൾ പ്രമുഖരായ ഏതാളുകളാണ് ഇന്ന് മക്കയിലുള്ളത്? സമ്പത്ത് അത് എൻ്റെ കയ്യിൽ തന്നെ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് സമ്പന്നരായ ഒരാളെ അല്ല, കുലമഹിമ കൊണ്ടും കുടുംബ മഹിമ കൊണ്ടും സത്യസന്ധതയൊക്കെ പേര് കേട്ട ഒരാളെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പങ്കാളിയായി ഇനി സ്വീകരിക്കുന്നത്. അതുകൊണ്ട് മുഹമ്മദാണ് അതിന് ഏറ്റവും ഉചിതമായ ആൾ. അതോടുകൂടെ ഹുവൈലിദിനും തൻ്റെ വരാൻ പോകുന്ന മരുമകന് വളരെ ഇഷ്ടം തോന്നുന്നുണ്ട്. അങ്ങനെ ആ വിവാഹകർമ്മങ്ങൾ വളരെ മനോഹരമായിട്ട് നടക്കുകയാണ്. ആ സമയത്ത് മക്കയിലെ പല പ്രമുഖരും, അബൂജഹൽ അടങ്ങുന്ന ആളുകൾ ഈ ഖദീജ ബീവിക്ക് വിവാഹ അഭ്യർത്ഥനകൾ നടത്തിയിരുന്നു. അതുകൊണ്ട് ഈ ദരിദ്രനായ മുഹമ്മദിനെ വിവാഹം കഴിച്ച ഖദീജ ബീവിയെ എല്ലാവരും പരിഹസിക്കുന്നുണ്ട്. മാത്രമല്ല മുഹമ്മദിനൊരു സമ്പത്തും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഖദീജ ബീവി മക്കയിലെ എല്ലാ പ്രമുഖരെയും തൻ്റെ വീട്ടിലേക്ക് ഒരു സദ്യക്ക് വേണ്ടി വിളിച്ചു വരുത്തുന്നുണ്ട്. വിവാഹത്തിന്റെ പേര് നടന്ന ആ സദ്യയിൽ എല്ലാവരും പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ ഖദീജ ബീവി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ ഭർത്താവിനെ കുറിച്ചാണ് ദിവസങ്ങൾ മുഴുവനും ഇവിടെ പറഞ്ഞു നടക്കുന്നത്. എൻ്റെ ഭർത്താവ് വളരെ ദരിദ്രനാണെന്നും പാപ്പരനാണെന്നും നിങ്ങൾ പറഞ്ഞ് സംസാരിക്കുന്നതെങ്കിൽ ഇന്നു മുതൽ എൻ്റെ എല്ലാ സമ്പത്തുകളും, വലിയ സമ്പത്തിനുടമയായിരുന്നു ഖദീജ ബീവി എന്ന്, ആ സമ്പത്തുകൾ മുഴുവനും ഇനി മുതൽ എൻ്റെ ഭർത്താവിൻ്റെതാണ്. ഇനി മുതൽ മുഹമ്മദാണ് സമ്പന്നൻ, ഖദീജ വളരെ ദരിദ്രയാണ്. അന്ന് അവിടെ ഒരുമിച്ച് കൂടിയ മക്കയിലെ എല്ലാ പ്രമുഖരുടെയും വായടഞ്ഞു പോകുന്നുണ്ട്. അവരെല്ലാവരെയും തകർത്ത് കളയുന്ന മറുപടിയായിരുന്നു ഖദീജ ബീവി അന്ന് അവർക്ക് നൽകിയത്. ഇങ്ങനെ അവരുടെ ജീവിതം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിന്റെ ഒരു പറുദീസയായിരുന്നു ഖദീജ ബീവി. മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ പോലെയായിരുന്നു പ്രവാചകന്റെ ജീവിതം. അഥവാ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവ് ഏർപ്പെടുന്നു. ആ പിതാവിന്റെ മക്ബറ കാണാൻ വേണ്ടി പോകുന്നതിനിടയിൽ തന്റെ കൺമുന്നിൽ വെച്ചുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാവ് ദാരുണമായ രോഗം പിടിപെട്ട് മരിക്കുന്നു. ശേഷം ഇങ്ങനെ വളരെ ദാരുണമായ യതീമായി വളർന്നിരിക്കുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നീട് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സമാശ്വാസത്തിന്റെയും ഒക്കെ ചിറക് നൽകി, തണൽ നൽകി തൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് തൻ്റെ പ്രിയ പത്നിയായിരുന്ന ഖദീജ ബീവി ആയിരുന്നു. വളരെ സ്നേഹത്തോടെ പ്രവാചകനെ ചേർത്ത് പിടിക്കുകയും മറ്റാർക്കും മുന്നിലും പ്രവാചകനെ താഴ്ത്തിക്കെട്ടാത്ത തരത്തിൽ പ്രവാചകനെ ചേർത്ത് പിടിക്കുകയും ദീനിന് വളരെയധികം സഹായകമാകുന്ന രീതിയിൽ തൻ്റെ സമ്പത്ത് മുഴുവൻ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ഖദീജ ബീവി മാറിയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ ഗുഹയിലൊക്കെ മറ്റും ഏകാന്തവാസത്തിന് പോയി തുടങ്ങുന്നത്. അഥവാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെയധികം ഒറ്റയ്ക്കിരിക്കാനുള്ള താല്പര്യം തോന്നി തുടങ്ങുകയും വഹീൻ്റെ ദിവസങ്ങൾ തുടങ്ങുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരങ്ങളിൽ ഖദീജ ബീവി ആ പർവ്വതം മുഴുവനും ഒറ്റയ്ക്ക് തൻ്റെ ആ പ്രായത്തിലിരിക്കുമ്പോഴും ഭക്ഷണവുമായിട്ട് പ്രവാചകൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അത്രത്തോളം പ്രവാചകനെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്യുമായിരുന്നു അവർ. അങ്ങനെ ഇരിക്കുന്ന ഒരു വേളയിലാണ് വഹി വരികയും ജിബ്രീൽ അലൈഹി ഇസ്ലാമിൽ നിന്ന് ഓടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയുടെ അടുത്തേക്ക് വരുന്നത്. സെമ്മിലൂനിയ ഖദീജ, എന്നെ പുതപ്പിട്ട് മൂടൂ. അത് പുതപ്പിട്ട് മൂടുക എന്ന് പറഞ്ഞാൽ ഒരു പുതപ്പ് കൊണ്ട് മൂടുന്നതിനൊക്കെ അപ്പുറത്തേക്ക് അത് സ്നേഹത്തിൻ്റെ ഒരു പരിലാളനത്തിൻ്റെ ഒക്കെ ഒരു ചേർത്ത് പിടിക്കലാണ്. ഒരു മാതാവിൻ്റെ സ്നേഹമാണ് ഖദീജ ബീവിയിൽ നിന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിക്കുന്നത്. അങ്ങനെ പ്രബോധനം തുടങ്ങുന്ന അവസ്ഥയിലൊക്കെ തൻ്റെ കൂട്ടുണ്ടായിരുന്നത് ഖദീജ ബീവി ആയിരുന്നു. ഈ ലോകത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ആദ്യമായിട്ട് വിശ്വസിക്കുന്നത് ഖദീജ ബീവി എന്ന തൻ്റെ പ്രിയ പത്നിയായിരുന്നു, ഒരു സ്ത്രീ ആയിരുന്നു എന്നത് വളരെ എടുത്തുദ്ധരിക്കേണ്ട, പരാമർശിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതം വളരെയധികം മുന്നോട്ട് പോകുന്നു. മക്കയിൽ പലരും എതിർക്കുന്നു. ആ സമയത്തൊക്കെ ഖദീജ ബീവി ആയിരുന്നു വളരെ ശക്തിയായിട്ട് പ്രവാചകന് കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു വർഷമാണ് ഖദീജ ബീവി പ്രവാചകനെ വിട്ടിട്ട് പോകുന്നത്. പ്രവാചകന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖവർഷം എന്നാണ് ആ വർഷം അറിയപ്പെടുന്നത്. അത്രത്തോളം വേദന നിറഞ്ഞ ആ ബീവിയുടെ വേർപാട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്രത്തോളം തളർത്തിക്കളഞ്ഞു. അങ്ങനെ ആ വേദനയിലിരിക്കുന്ന ഒരു സമയമാണ്. ഖദീജ ബീവി പോയി കുറച്ച് കാലങ്ങൾക്ക് ശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന അവസ്ഥയിൽ പ്രവാചകൻ പറയുന്നുണ്ട്, സ്വഹാബ നിങ്ങളുടെ സമ്പത്ത് തരൂ, ഞങ്ങൾ ദീനിന് സമ്പത്ത് ആവശ്യമുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ സമ്പത്ത് ദാനമായിട്ട് ഇസ്ലാമിലേക്ക് തരൂ, ദീനിന് തരൂ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ തലതായിത്തിയിരിക്കുന്നു ആ വാക്യം പറഞ്ഞുകൊണ്ട്. എന്നിട്ട് പറയുന്നു, എൻ്റെ ഖദീജ അവളുടെ മുഴുവൻ സമ്പത്തും ദീനിന് വേണ്ടിയാണ് നൽകിയത്. അത്രയും സമ്പന്നയായിരുന്ന ഖദീജ ബീവിയെ അവസാനം തുന്നിക്കൂട്ടിയ കഫം പുടവയിലാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത്. അത്രത്തോളം തൻ്റെ സമ്പത്ത് മുഴുവനും അള്ളാഹുവിൻ്റെ പ്രവാചകനും അള്ളാഹുവിൻ്റെ ദീനിനും വേണ്ടി ചെലവഴിക്കുകയായിരുന്നു ഖദീജ ബീവി. അങ്ങനെ ആ ഓർമ്മകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിങ്ങിപ്പൊട്ടുകയാണ് സ്വഹാബത്തിന് മുന്നിലിരുന്നിട്ട്. അങ്ങനെ അത്രത്തോളം വേദനയിരിക്കുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ എനിക്ക് ആരെങ്കിലും ഒരു കഥ പറഞ്ഞു തരൂ. ഖദീജ ബീവിയുടെ ഈ വേദനയിൽ നിന്ന് മുക്തമാവാൻ ആരെങ്കിലും എനിക്കൊരു കഥ പറഞ്ഞു തരൂ. സ്വഹാബത്ത് എല്ലാവരും പരസ്പരം മുഖത്തേക്ക് നോക്കുന്നു. കാരണം അവർക്ക് പ്രവാചകർ പറഞ്ഞു കൊടുക്കുന്ന കഥകളാണ് ഏറ്റവും വലിയ കഥകൾ. പ്രവാചകനാണ് അവരുടെ കഥ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നത്. ആ സമയത്ത് പ്രവാചകൻ പറയുന്നു, അബൂബക്കർ എനിക്കൊരു കഥ പറഞ്ഞു തരൂ. അബൂബക്കർ നിങ്ങൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മറുപടി പറയുന്നു, നബിയെ അങ്ങയാണ് എൻ്റെ ഏറ്റവും വലിയ കഥ. അങ്ങക്കപ്പുറത്ത് എനിക്കൊന്നുമില്ല. അങ്ങക്ക് അറിയാത്ത ഒരു കഥകളും എൻ്റെ ജീവിതത്തിലില്ല. പിന്നെ ഞാൻ എന്താണ് പറയേണ്ടത്?
ആ സമയത്ത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല താഴ്ത്തി വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് അബൂബക്കർ നിങ്ങൾ പറയുന്നുണ്ട്, നബിയെ, ഉമറിന് ഒരുപാട് കഥകൾ അറിയാം, അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഒരു കഥ പറയട്ടെ. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ആശ്വാസത്തോടുകൂടി ഉമറിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നു, ഇല്ല നബിയെ, എനിക്കൊരു കഥയെ അറിയില്ല, എൻ്റെ കഥകളൊക്കെ മുഴുവൻ ജാഹിലിയത്തിലെ കഥകളാണ്, അതൊന്നും ഇവിടെ പറയാൻ പറ്റാത്ത കഥകളാണ്, അതുകൊണ്ട് അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. ആയിരിക്കുന്ന സമയത്ത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉമറേ, നീ ഒരു കഥ പറയൂ, എനിക്ക് എൻ്റെ ശരീരത്തിനല്ല എൻ്റെ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഥയാണ് എനിക്ക് ആവശ്യം, അതുകൊണ്ട് നീ ഒരു കഥ പറയൂ. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയും പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് പിന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ജീവിത കാലഘട്ടത്തിലെ ഒരു മനോഹരമായ ഏട് അവിടെ തുറക്കുകയാണ്. ആ കഥയിലേക്കാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു കഥ പറഞ്ഞു തുടങ്ങുകയാണ്. നബിയെ, ഞാൻ ജാഹിലിയ കാലഘട്ടത്തിൽ വളരെ ധീരനും ശൂരനും പരാക്രമിയൊക്കെ ആയിരുന്നു എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു. കൊലയും കൊള്ളയും കള്ളച്ചന്തയിലൊക്കെ മൽപ്പിടുത്തത്തിൽ ഞാനായിരുന്നു ധീരൻ. ആരെങ്കിലും ആക്രമിക്കാനുണ്ടെങ്കിൽ ഞാനാണ് മുന്നിലുണ്ടായിരുന്നത്. മക്കയിൽ എന്ത് പ്രശ്നം നടക്കുകയാണെങ്കിലും ഖത്താബിന്റെ മകൻ ഉമറായിരുന്നു അവിടെയൊക്കെ മുന്നിലുണ്ടായിരുന്നത്. വാളും പിടിച്ചിട്ട് എല്ലാവരും ആക്രമിക്കാനും ദുരിതത്തിൽ ഏർപ്പെടുത്താനൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഉമറ. അങ്ങനെ ഇരിക്കെ എനിക്കൊരു കാര്യം തോന്നി, അഥവാ എല്ലാവരും എന്നെ തേടി വരും, എന്ത് പ്രശ്നം ഉണ്ടായാലും എല്ലാവരും വിളിക്കുന്നത് ഖത്താബിന്റെ മകനായ എന്നെയാണ്. അതുകൊണ്ട് എനിക്കൊരു കാര്യം തോന്നി, എനിക്കൊരു സ്വന്തമായിട്ടൊരു വാസസ്ഥലം വേണം. അങ്ങനെയാണ് ജബൽ കുവൈസിന്റെ താഴ്വരയിൽ പണ്ടെങ്ങാനോ ഒരു സിംഹം താമസിച്ച ഒരു ഗുഹ ഞാൻ തിരഞ്ഞെടുക്കുന്നത്. പകൽ സമയത്ത് മുഴുവനും ഞാൻ അവിടെ ആയിരിക്കും, അവിടെ വിശ്രമിക്കുകയായിരിക്കും. ആ സമയത്ത് ഓരോരുത്തരും എന്നെ കാണാൻ വരും, അവരുടെ ആവശ്യത്തിന് ഞാൻ പോവും. അങ്ങനെ ഒരു താവളം കെട്ടി ഞാൻ അവിടെ പാർക്കുകയായിരുന്നു. ആ സമയത്ത് എനിക്കുണ്ടായിരുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിനോദം, ആ ജബൽ കുവൈസിന്റെ താഴ്വാരത്തിലുള്ള ഗുഹക്ക് മുന്നിലൂടെ ആരെങ്കിലും ഒട്ടകപ്പുറത്ത് പോവുകയാണെങ്കിൽ ഞാൻ അവരുടെ മുന്നിലേക്ക് എടുത്തു ചാടും. എന്നിട്ട് അവരുടെ അടുത്തുള്ള സമ്പത്ത് മുഴുവനും വാങ്ങും. അവരുടെ കുതിരയെ ചിലപ്പോൾ വെട്ടി കൊലപ്പെടുത്തും, അവരെ ചിലപ്പോൾ തന്നെ കൊലപ്പെടുത്തും. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട വിനോദങ്ങൾ അക്കാലം. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് ആ താവളത്തിന് പുറത്തിലൂടെ ഒരു കുതിര കുതിച്ചു വരുന്നത്. കുതിരയുടെ കുളമ്പടി ശബ്ദം കേട്ടപ്പോൾ തന്നെ ഞാൻ അതിനു വേണ്ടി ജാഗരൂകരായിരുന്നു. എന്നിട്ട് ഗുഹയുടെ മുന്നിലെത്തിയപ്പോൾ ഞാൻ എടുത്തു ചാടി. പക്ഷെ എന്നെ വെട്ടിച്ചുകൊണ്ട് ആ കുതിര പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോയി. എനിക്ക് ആ ദേഷ്യം സഹിക്കാനായില്ല നബിയെ. എന്നെ കബളിപ്പിച്ചുകൊണ്ട് ആരും ആ താവളം വിട്ട് പോയിട്ടില്ല. ഞാൻ എൻ്റെ കുതിരയെ എടുത്തിട്ട് ആ കുതിരക്കാരൻ്റെ പിറകെ ഓടി. പക്ഷേ എത്ര ദൂരം ഓടിയിട്ടും അദ്ദേഹത്തിൻ്റെ പിറകെ എനിക്ക് എത്താനാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ കുതിര വളരെയധികം വേഗത്തിലാണ് ഓടുന്നത്. ആ സമയത്ത് എൻ്റെ കുതിരയോട് ദേഷ്യം വന്നിട്ട് ഞാൻ എൻ്റെ കുതിരയെ ഒരു ചവിട്ട് കൊടുത്തു. അപ്പോൾ ഉണ്ടായിരുന്ന സ്പീഡ് നഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ എത്രയോ പിറകിലായിപ്പോയി. തോറ്റു എന്ന് മനസ്സിലായപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു, ഓ സഹോദരാ, നിങ്ങൾ നിൽക്കണം, ഞാൻ ഈ പരാജയപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് അയാൾ അദ്ദേഹത്തിന്റെ കുതിരയെ അവിടെ നിർത്തിയിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് വളരെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയാണ്, ഓ കാടിന്റെ മകനെ, നീ എന്നോട് തോറ്റുപോയെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നെ വളരെ പരിഹസിക്കുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് ദേഷ്യം സഹിക്കാനായില്ല. ആ സമയത്ത് ഞാൻ പറയുന്നുണ്ട്, എൻ്റെ കുതിര വളരെ വേഗം കുറഞ്ഞതുകൊണ്ടാണ് ഞാൻ തോറ്റുപോയത്, അല്ലെങ്കിൽ നിന്നെ ഞാൻ പിടിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം തിരിച്ചു പറയുന്നു, അത് കുതിരയുടെ മിടുക്കല്ല, അത് കുതിരയുടെ മുകളിൽ ഇരിക്കുന്ന ആളുടെ മിടുക്ക. ഞാൻ ജയിച്ചത് എൻ്റെ കുതിരയുടെ ശക്തി കൊണ്ട് മാത്രമല്ല, എൻ്റെ മിടുക്കോട് കൂടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നെ അക്ഷരാർത്ഥത്തിൽ തളർത്തി കളഞ്ഞു. ആയിരിക്കുന്ന സമയത്താണ് ഞാൻ ചോദിക്കുന്നത്, ആരാണ് നീ, എവിടേക്കാണ് നീ പോകുന്നത് എന്നൊക്കെ. ആ സമയത്ത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുകയാണ്, ഞാൻ ഖത്താബിന്റെ മകൻ ഉമറാണ്, മക്കയിലെ ഏറ്റവും ധീരനായ മനുഷ്യനാണ്, ഏറ്റവും ക്രൂരനായ മനുഷ്യനാണ്. ഞാൻ എൻ്റെ ഈ വാൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് വെറുതെ അല്ല, നിന്നെ പോലത്തെ ആളുകളെ വെട്ടി കൊലപ്പെടുത്താനാണ്. ഇതിൻ്റെ മൂർച്ച ഞാൻ നോക്കുന്നത്, ഞാനൊരു വഴിയിലൂടെ പ്രവേശിച്ചാൽ ആരുടെയെങ്കിലും ഒട്ടകത്തിനെ കുതിരയൊക്കെ കണ്ടാൽ അതിൻ്റെ പിറടിക്ക് ഒരു വെട്ട് കൊടുക്കും. ഒറ്റയടിക്ക് അതിൻ്റെ തല വീണ് കഴിഞ്ഞാൽ ആ വാള് നല്ല വാളാണെന്ന് ഞാൻ തിരിച്ചറിയും, അല്ലെങ്കിൽ ഞാൻ മറ്റൊരു വാള് തേടിയുള്ള യാത്ര തുടങ്ങും. അത്രത്തോളം ധീരനായ മനുഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു തന്നെ പരിചയപ്പെടുത്തുകയാണ്. ആ സമയത്ത് ആഗതനായ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നു, ഓ ഉമർ, നിന്നെക്കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ഖത്താബിന്റെ മകൻ ഉക്കാല ചിന്തയിലെ വലിയ ധീരനാണ്. പക്ഷേ നീ എൻ്റെ മുമ്പിൽ തോറ്റുപോയല്ലോ, നിന്റെ കുതിരക്ക് എൻ്റെ കുതിരയെ പിടിക്കാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും ഉമർ റളിയല്ലാഹു അൻഹുവിനെ പരിഹസിക്കുകയാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു വളരെ നാണം കെട്ടുപോകുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നെ ആരെങ്കിലും കണ്ടോ എന്ന് പോലും ഞാൻ നോക്കുന്നുണ്ട്, ഇതുവരെ ആരുടെ മുന്നിൽ ഞാൻ തോറ്റുപോയിട്ടില്ല എന്നൊക്കെ അദ്ദേഹം വളരെ പരിഹാസത്തോടെ പറയുന്നുണ്ട്. ആ സമയത്ത് ഉമർ കേൾക്കുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് തോറ്റുപോയത് നിന്നോടാണ്, അതുകൊണ്ട് നിന്റെ പേരൊന്നറിഞ്ഞാൽ കൊള്ളാം. ആ സമയത്ത് അദ്ദേഹം മറുപടി പറയുന്നു, ഞാൻ അബ്ദുല്ലാഹ് ഇബ്നു ഷാറ. ഉമർ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് ഇത്രയും ധൃതിയിൽ പോകുന്നത്? അദ്ദേഹം മറുപടി പറയുന്നു, എനിക്ക് ഇന്ന് രാത്രി റോമിലെത്തണം, വളരെ അത്യാവശ്യമായ ഒരു കാര്യം അവിടെ നടക്കുകയാണ്. ഉമർ ചോദിക്കുന്നു, എന്താണ് റോമിൽ? ആ സമയത്ത് അബ്ദുള്ള മറുപടി പറയുന്നു, റോമിൽ ഒരു പെണ്ണുണ്ട് എനിക്ക്. ഉമർ എനിക്ക് വളരെ പുഞ്ചിരിച്ചിട്ട് മറുപടി പറയുന്നുണ്ട്, വെറുതെ അല്ല നീ ഇത്രയും വേഗത്തിൽ പോകുന്നത്. ആ സമയത്ത് അബ്ദുള്ള മറുപടി പറയുന്നുണ്ട്, നിന്നെപ്പോലെ ഒരാളല്ല ഉമറെ ഞാൻ, അത് നീ അറിയാത്തൊരു കഥയാണ്.
പക്ഷെ അതൊന്നും ഇപ്പൊ വിശദീകരിച്ച് പറയാൻ എനിക്ക് സമയമില്ല. ആ സമയത്ത് അബ്ദുള്ള പറയുന്നുണ്ട്, റോമിലെ രാജാവിന്റെ മന്ത്രിയുടെ പുത്രനാണ് ഞാൻ, ഷേറയുടെ മകൻ അബ്ദുള്ള. റോമിലെ മന്ത്രിയുടെ മകൻ പിന്നെന്താണ് ഷാമിൽ നിന്ന് വരുന്നത്? ആ സമയത്ത് ഇദ്ദേഹം പറയുന്നുണ്ട്, അതൊക്കെ ഒരു വലിയ കഥയാണ്, അതൊന്നും പറയാനുള്ള സമയം എനിക്കില്ല. വീണ്ടും ദേഷ്യപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദേഷ്യത്ത് കൊണ്ട് മാത്രം അദ്ദേഹം ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ റോമിലെ കൊട്ടാരത്തിലായിരുന്നു. എൻ്റെ ബാപ്പ ഷേറ അവിടുത്തെ മന്ത്രിയായിരുന്നു. മന്ത്രിയുടെ മകനായിട്ട് വളരെ ആഡംബരത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും സമാധാനത്തോടു കൂടെയൊക്കെയാണ് ഞാൻ റോമിലെ കൊട്ടാരത്തിൽ വളരുന്നത്. അങ്ങനെ എനിക്ക് 5 വയസ്സാകുന്ന സമയത്താണ് അവിടുത്തെ രാജാവിന് ഒരു പെൺകുഞ്ഞ് പിറക്കുന്നത്. അവരുടെ പേര് ഉമൈമ എന്നായിരുന്നു. അവര് വളർന്നു വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കളിച്ചതും പഠിച്ചതും വളർന്നതൊക്കെ. അങ്ങനെ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ രണ്ടുപേരും കൊട്ടാരത്തിൽ ഉല്ലസിച്ച് ജീവിക്കുകയായിരുന്നു. കാണുന്നവരൊക്കെ പറയുമായിരുന്നു, ഇവർ രണ്ടുപേരും എന്തൊരു മനോഹരമായിട്ട് ജീവിക്കുന്നത്, അതുകൊണ്ട് ഇവർ വലുതാവുമ്പോൾ ഇവരെ രണ്ടുപേരുമാണ് നമുക്ക് വിവാഹം കഴിപ്പിക്കേണ്ടതെന്നൊക്കെ ആളുകൾ ഞങ്ങളെ പറ്റി സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്നൊരു സമയത്താണ് രാജാവ് എൻ്റെ പിതാവിനെ വിളിച്ചുകൊണ്ട് ഈ ഒരു കാര്യം സംസാരിക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം വളരെ സന്തോഷത്തോടെ പറയുന്നു, രാജാവിന് താല്പര്യമാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം, പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യണം, ഇവർ വളർന്ന് വിവാഹപ്രായം എത്തുമ്പോഴേക്കും നമ്മൾ രണ്ടുപേരും ബാക്കി ഉണ്ടാവുമോ എന്നറിയില്ല, അതുകൊണ്ട് ഒരു കരാർ പത്രം എഴുതിയിട്ട് നമുക്ക് സൂക്ഷിക്കാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവരുടെ വിവാഹത്തിനുള്ള കാര്യങ്ങളൊക്കെ അന്നേ കരാർ പ്രകാരം എഴുതി സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഈ അബ്ദുള്ളയുടെ പിതാവ് മന്ത്രിയായിരുന്ന ഷേറ ഒരു ദിവസം ഈ ലോകത്തോട് വിട പറയുകയാണ്. പിന്നീട് കൊട്ടാരത്തിലേക്ക് പുതിയ മന്ത്രിയും അവരുടെ കുടുംബമൊക്കെ എത്തുമ്പോൾ മുൻ മന്ത്രിയായിരുന്ന ഷേറയുടെ ഈ കുടുംബം വളരെയധികം അനീതികൾ അവിടെ നേരിടുന്നുണ്ട്. അങ്ങനെ തൻ്റെ ബുദ്ധിമുട്ടുകൾ സഹിക്കവയ്യാതായപ്പോഴാണ് അബ്ദുള്ളയുടെ മാതാവ് അബ്ദുള്ളയും കൂട്ടി ഒരു ദിവസം രാത്രി ആ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി നാട് വിട്ടു പോകുന്നത്. അവർ റോമിൽ നിന്ന് ഷാമിലേക്ക് ദൂരെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ ഷാമിലെത്തി അവര് വളരെ ദുരിതപൂർണമായ ജീവിതമാണ് കഴിക്കുന്നത്. അഥവാ പല വീടുകളിലും ജോലിക്ക് പോയിക്കൊണ്ടാണ് അബ്ദുള്ളയുടെ മാതാവ് അദ്ദേഹത്തെ നോക്കുന്നത്. വളരെ ബുദ്ധിമുട്ടുള്ള ജീവിതമായിരുന്നു. അങ്ങനെ അബ്ദുള്ള വളർന്ന് വലുതായപ്പോൾ അബ്ദുള്ളയും ജോലിക്ക് പോകാൻ തുടങ്ങി. അവിടുത്തെ ചന്തയിൽ ചുമടുകൾ ഏറ്റുന്ന ചാക്കുകളൊക്കെ ഇറക്കി വെക്കുന്ന ഒരു കൂലി തൊഴിലാളിയായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്, കൊട്ടാരത്തിൽ വളർന്ന ഞാൻ ഇപ്പോൾ ഇവിടെ ഷാമിലെ ചന്തയിൽ കൂലിക്കാരനായിട്ട് ജോലി ചെയ്യാണ് ഉമറേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം വളരെ വേദനയോടെ പറഞ്ഞു വെക്കുന്നുണ്ട് അദ്ദേഹം. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഉമ്മയും എന്നെ വിട്ടിട്ട് പോയി. പിന്നെ ഞാൻ തനിച്ചായിരുന്നു. ഷാമിലെ ചന്തയിൽ ഇതുപോലത്തെ ഒരുപാട് ജോലികൾ ചെയ്ത് ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ദിവസമാണ് റോമിൽ നിന്ന് ഒരു കച്ചവട സംഘം ഇവിടേക്ക് എത്തുന്നത്. അവരുടെ ഈത്തപ്പഴ ചാക്കുകളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ കച്ചവടക്കാർ അബ്ദുള്ളയോട് പറയുന്നുണ്ട്, അബ്ദുള്ള നീ പെട്ടെന്ന് ഇറക്കണം ഈ ചാക്കുകളൊക്കെ, ഞങ്ങൾക്ക് പോയിട്ട് വളരെ ധൃതിയുണ്ട്. ആ സമയത്ത് അബ്ദുള്ള മറുപടി പറയുന്നു, ഞാൻ സാധാരണ എങ്ങനെയാണോ ഇറക്കുന്നത് അതുപോലെ തന്നെ ഇന്നും ഇറക്കുള്ളൂ, പെട്ടെന്നൊന്നും ആക്കാൻ പറ്റില്ല എന്ന് അബ്ദുള്ള പറയുകയാണ്. ആ സമയത്ത് ആ കച്ചവടക്കാർ മറുപടി പറയുന്നു, സാധാരണത്തെ പോലെ അല്ല ഇന്ന്, ഞങ്ങൾ സാധാരണ വന്നാൽ 1 or 2 ദിവസമൊക്കെ ഇവിടെ താമസിച്ചിട്ടല്ലേ പോവാറ്, പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് പോയിട്ട് ധൃതിയുണ്ട്, കാരണം ഞങ്ങളുടെ രാജാവിന്റെ മകളുടെ കല്യാണമാണ് ഇന്ന് രാത്രി, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഈ ചാക്കുകൾ ഇറക്കി വെക്കണമെന്ന് അബ്ദുള്ളയോട് പറയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അബ്ദുള്ള വളരെ വേദനയോട് പറയുന്നുണ്ട്, ഉമർ, എൻ്റെ ഉമൈമയുടെ കല്യാണമാണിന്ന്, അതുകൊണ്ട് ഞാൻ എൻ്റെ ഊരിപ്പിടിച്ച വാളുമായിട്ടാണ് വരുന്നത്. അത് മൂർച്ച കൂട്ടി ഞാൻ ഇറങ്ങിയിരിക്കുന്നത് ആ കരാറുകളെല്ലാം മറന്ന് അനീതി ചെയ്യുന്ന ആ രാജാവിനെതിരും ഉമൈമയ്ക്കെതിരെയൊക്കെ പടപൊരുതാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് അവരുടെ കഴുത്തിൽ മാല കെട്ടാൻ വരുന്നവന്റെ കഴുത്ത് ഞാൻ അറുത്ത് കൊട്ടാരത്തിന് മുന്നിൽ തൂക്കിയിടുമെന്ന് അബ്ദുള്ള ഉമറിനോട് പറയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു വളരെ ആവേശത്തോട് പറയുന്നു, അബ്ദുള്ള, ഇന്ന് അവിടെ പോയാൽ അടിയും ഇടിയും ഒക്കെ ഉണ്ടാവില്ലേ, അതുകൊണ്ട് ഞാനും നിന്റെ കൂടെ വരാം. അദ്ദേഹം സമ്മതിക്കുന്നില്ല. ഉമറെ, നീ വിചാരിക്കുന്ന ഒരു കാര്യത്തിനല്ല ഞാൻ പോകുന്നത്, അതുകൊണ്ട് ഞാൻ ഒറ്റക്ക് പോയാൽ മതി. ഉമർ തങ്ങൾക്ക് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഉമർ തങ്ങൾക്ക് പറയുന്നുണ്ട്, ഞാൻ നിനക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നവരെല്ലാവരെയും നേരിടാം, നിനക്ക് നിന്റെ കാമുകിയും കൊണ്ട് നാട് വിടുകയും ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സമ്മതിപ്പിച്ചുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിക്കൊണ്ട് അബ്ദുള്ള റോമിലേക്ക് പുറപ്പെടുന്നത്. ആ സമയത്ത് അബ്ദുള്ള പറയുന്നുണ്ട്, ഉമറെ, നിന്റെ ഈ കുതിരയും കൊണ്ടുപോയാൽ ഇന്ന് രാത്രി ഒന്നും നമ്മളവിടെ എത്തില്ല, അതുകൊണ്ട് നീ വളരെ വേഗത്തിൽ ഓടണം. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു മുന്നിലും അബ്ദുള്ള പിറകിലുമായിട്ട് ഓടാൻ തുടങ്ങുകയാണ്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പിന്നിലാക്കിക്കൊണ്ട് അബ്ദുള്ള മുന്നോട്ട് പോയി. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പിറകിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, അബ്ദുള്ള, എന്നെയും കൊണ്ടുപോകണം, നീ ഒരിപ്പം നേരം നിൽക്കണം. അബ്ദുള്ള തിരിച്ചു വരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഉമറെ, നീ ഇങ്ങനെ പോയാൽ നമ്മൾ അവിടെ എത്തില്ല, അതുകൊണ്ട് 2 കുതിരയുടെയും കടിഞ്ഞാൻ കൂട്ടി കെട്ടിക്കൊണ്ട് അവർ വേഗത്തിൽ ഓടാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം അന്ന് ഒരു വൈകുന്നേര സമയം ആയപ്പോഴേക്കും അവർ റോമിലെത്തി കഴിഞ്ഞു. ആളുകളൊക്കെ വളരെ വലിയ ആഘോഷത്തിലും തിരക്കിലൊക്കെയാണ്. കടകൾ മുഴുവനും അടഞ്ഞു കിടക്കുകയാണ്. ഒരു വലിയ ആഘോഷത്തിനുള്ള ദിവസം അവിടെ തുടങ്ങുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവർ കുതിരയെ ഒരു സൈഡിൽ കെട്ടിയിട്ടുകൊണ്ട് കാൽനടയായിക്കൊണ്ട് കൊട്ടാരത്തിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ കുതിരയെ ഒരു ഭാഗത്ത് കെട്ടിയിട്ടിട്ട് അവർ രണ്ടുപേരും നടന്നു തുടങ്ങി.
ആ സമയത്ത് പെൺകുട്ടികളൊക്കെ ഒരു മാലയുമായിട്ട് കൊട്ടാരത്തിലേക്ക് പോകുന്നത് ഇവർ കാണുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർ പോകുന്നു. ആ സമയത്ത് ഇവർക്ക് വളരെയധികം വിശപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ ഇവർ ഭക്ഷണം തെരഞ്ഞു പോവുകയാണ്. ഓരോ വീട്ടിലും കയറി ഭക്ഷണം ചോദിക്കുന്നു. അവരെല്ലാവരും മറുപടി പറയുന്നത് ഇന്ന് കൊട്ടാരത്തിൽ വലിയ കല്യാണം നടക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങളൊന്നും ഇവിടെ ഭക്ഷണം പാകം ചെയ്തിട്ടില്ല, കടകളൊന്നും തുറന്നിട്ടില്ല. അങ്ങനെ വിശന്ന് വരഞ്ഞുകൊണ്ട് അവർ ഒരുപാട് ദൂരം മുന്നോട്ട് പോയി. അങ്ങനെ ഒരു വൃദ്ധയായ സ്ത്രീയുടെ വീടിന്റെ മുന്നിലെത്തി അവർ അവരോട് പറയുന്നുണ്ട്, ഉമ്മ ഞങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം തരണം, ഞങ്ങൾ ദൂരെ നാട്ടിൽ നിന്ന് വരികയാണ്. ആ സമയത്ത് ഉമ്മ മറുപടി പറയുന്നുണ്ട്, അപ്പൊ നിങ്ങൾ വിവരങ്ങളൊന്നും അറിഞ്ഞില്ലേ, ഉമൈമ രാജകുമാരിയുടെ കല്യാണമാണെന്ന്, അതുകൊണ്ട് ഞാൻ ഭക്ഷണമൊന്നും പാകം ചെയ്തിട്ടില്ല. നിങ്ങൾ നോക്കൂ, ഇവിടെ കൊട്ടയിൽ പൂക്കൾ കണ്ടില്ലേ, നല്ല മാല ഉണ്ടാക്കി കൊടുക്കുന്നവർക്ക് വലിയ തുകയാണ് ഉമൈമ രാജകുമാരി സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എനിക്ക് വലിയ മാല ഉണ്ടാക്കണം, ആ സമ്മാനം വാങ്ങണം, അതുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ സമയമില്ല. ആ സമയത്ത് അബ്ദുള്ള അവരോട് പറയുന്നുണ്ട്, ഉമ്മ നിങ്ങൾക്ക് നല്ല മാല ഞാൻ ഉണ്ടാക്കി തരാം, നിങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുമോ? അങ്ങനെ ആ വ്യവസ്ഥയിൽ സമ്മതിച്ചുകൊണ്ട് അവരെ വീട്ടിലേക്ക് കയറിയിരിക്കാൻ പറയുന്നു. ആ ഉമ്മ പൂക്കൾ അവർക്ക് വെച്ചു കൊടുത്തുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നു. ആ സമയത്ത് അബ്ദുള്ള കൊട്ടയിൽ നിന്നുള്ള പൂക്കൾ മുഴുവനും നിലത്തിട്ട് മാല ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് ഉമർ പറയുന്നുണ്ട്, എന്താണ് അബ്ദുള്ള നീ ചെയ്യുന്നത്, മാലയൊന്നും ഉണ്ടാക്കണ്ട, അവർ ഭക്ഷണം ഉണ്ടാക്കി വരട്ടെ. ആ സമയത്ത് അബ്ദുള്ള മറുപടി പറയുന്നു, ഉമറെ നിന്നെ പോലെ ഒരാളല്ല ഞാൻ, വാക്ക് പറഞ്ഞാൽ അത് പാലിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുള്ള ആ മാലയുടെ പണി തുടങ്ങുകയാണ്. വളരെ മനോഹരമായിട്ട് തന്നെ ആ മാലയുടെ പണി അവസാനിപ്പിക്കുന്നു. ആ സമയത്ത് ഒരു പൂ മാത്രം വെക്കാൻ ബാക്കിയുണ്ട്. ആ സമയത്ത് അവിടെ ഒരു തോൽ കഷ്ണത്തിൽ എന്തോ ചില കാര്യങ്ങൾ എഴുതിയിട്ട് അവിടെ വെക്കുന്നു. എന്നിട്ട് ആ മാലയുടെ പണി മുഴുവനും പൂർത്തിയാക്കി ആ ഉമ്മക്ക് കൊടുക്കുകയാണ്. ഇവർക്ക് ഭക്ഷണം നൽകി ഇവർ വളരെ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങുന്നു. എന്നിട്ട് ഈ മാല ഉമ്മയ്ക്ക് നൽകാനും പറഞ്ഞിട്ട് അവർ പുറത്തിറങ്ങുകയാണ്. ഉമ്മ ആ മാലയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് പോകുന്നു. കൊട്ടാരത്തിൽ എല്ലാവരും വളരെ മനോഹരമായ മാലകളും കൊണ്ട് രാജകുമാരിയെ കാണാൻ കാത്തിരിക്കുകയാണ്. എല്ലാവരുടെയും ഊഴം കഴിഞ്ഞ് ഈ വൃദ്ധയായ സ്ത്രീ ഉമൈമയുടെ മുന്നിലെത്തി. എന്നിട്ട് ഈ മാല നൽകി. ഉമൈമയ്ക്ക് വളരെയധികം മാല ഇഷ്ടപ്പെട്ടു. അങ്ങനെ മാല പരിശോധിക്കുന്നതിനിടയിലാണ് അതിലൊരു തോൽ കഷ്ണം ഇവർ കാണുന്നത്. അതെടുത്ത് വായിക്കുമ്പോഴാണ് ഇവർ ഞെട്ടിപ്പോകുന്നത്. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നീയും നിന്റെ പിതാവുമെല്ലാം നൽകിയ കരാറ് മുഴുവനും മറന്നുപോയിരിക്കുന്നു, അതുകൊണ്ട് നിന്നെ താലി കെട്ടാൻ വരുന്ന ആളുടെ തല ഞാൻ ഇന്നിവിടെ കൊട്ടാരത്തിൽ തൂക്കിയിടും എന്ന് നിന്റെ പഴയ കളിക്കൂട്ടുകാരൻ അബ്ദുള്ള ഇബ്നു ഷാറ. ഉമൈമ ഞെട്ടിപ്പോയിരിക്കുന്നു. ഉമൈമ ആ വൃദ്ധയായ സ്ത്രീയെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഉമ്മ നിങ്ങൾക്ക് തന്നെയാണ് ഒന്നാം സ്ഥാനം, പക്ഷേ നിങ്ങളൊരു കാര്യം മാത്രം പറഞ്ഞാൽ മതി, ആരാണ് ഈ മാല ഉണ്ടാക്കിയത്? സത്യം പറഞ്ഞാൽ തൻ്റെ സമ്മാനം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് ആ ഉമ്മ മറുപടി പറയുന്നു, മോളെ ഞാൻ തന്നെയാണ് ഈ മാല ഉണ്ടാക്കിയത്. എങ്കിൽ ഉമൈമ പറയുന്നു, എങ്കിൽ ഞാനൊരു കൊട്ട പൂവ് കൂടെ കൊടുന്നു തരാം, നിങ്ങൾ ഒരു തവണ കൂടെ ഈ മാല ഉണ്ടാക്കണം. ആ സമയത്ത് ആ ഉമ്മ നിസ്സഹായായി പോയി. അവർ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ സമ്മാനം നഷ്ടപ്പെടുമോ? ഇല്ല ഉമ്മ, നിങ്ങൾക്ക് തന്നെയാണ് ഒന്നാം സമ്മാനം, നിങ്ങൾ പറയൂ ആരാണ് ഈ മാല ഉണ്ടാക്കിയത്? ആ സമയത്ത് പറയുന്നു, ഞാൻ കാണാത്തൊരു ചെറുപ്പക്കാരനാണ്, അവരവൻ്റെ വീട്ടിൽ വന്നതായിരുന്നു, ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു എന്ന നടന്ന കഥകൾ മുഴുവനും പറയുന്നു. ആ സമയത്ത് ഉമൈമ അവരോട് ചോദിക്കുന്നുണ്ട്, ഉമ്മ നിങ്ങൾക്കറിയോ ആരാണ് ആ വന്നതെന്ന്? ആ സമയത്ത് അവർ പറയുന്നു, ഇല്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആ സമയത്ത് ഉമ്മ പറയുന്നു, ഉമ്മ നിങ്ങൾ വളരെ ചെറുപ്പകാലത്ത് ഈ കൊട്ടാരം അടിച്ചുവാരി ഒരു മൂലയിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് മടിയിലേക്ക് വരുന്ന ഓടിയെത്തുന്ന കുഞ്ഞിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ സമയത്ത് ആ സ്ത്രീ മറുപടി പറയുന്നു, അത് മോളെ നീയല്ലായിരുന്നു. ആ സമയം പറയുന്നു, അതെ, എന്നെ തള്ളി മാറ്റിയിട്ടിരിക്കുന്ന ഒരു ആൺകുഞ്ഞിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ സ്ത്രീ വളരെ പുഞ്ചിരിച്ചിട്ട് മറുപടി പറയുന്നു, അത് നമ്മുടെ മുൻ മന്ത്രിയുടെ മകൻ അബ്ദുള്ള അല്ലായിരുന്നു. ആ സമയത്ത് ഉമൈമ മറുപടി പറയുന്നു, എങ്കിൽ ആ അബ്ദുള്ളയാണ് ഇവിടേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. നിങ്ങൾ അവനോട് പോയിട്ട് പറയണം, ഞാൻ നിന്റെ കരാറ് ലംഘിച്ചിട്ടില്ല, നിന്നെ കാണാൻ ഒരുപാട് വർഷങ്ങൾ ഞാൻ കാത്തിരുന്നിട്ടുണ്ട്, നിന്റെ ഒരു വിവരവും കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. നീ വന്നു എന്നറിഞ്ഞാൽ തീർച്ചയായും ഞാൻ നിന്റെ കൂടെ പോരും. അതുകൊണ്ട് നീ അക്രമത്തിന് ഒന്നും നിൽക്കരുത്, അത് വലിയ അപകടത്തിലേക്കാണ് വഴിവെക്കുക. ഇവിടുത്തെ കൊട്ടാരത്തിലെ പട്ടാളക്കാർ മുഴുവനും നിനക്കെതിരെ തിരിയും. അതുകൊണ്ട് ഉമ്മ നിങ്ങൾ അവനോടൊരു കാര്യം പറയണം, ഇന്ന് രാത്രിയിൽ നമ്മൾ ചെറുപ്പത്തിൽ കുളിക്കാൻ പോയിരുന്ന ആ കുളത്തിന്റെ സമീപത്തേക്ക് ഞാൻ വരും, നീ അവിടെ കാത്തു നിൽക്കണം, എൻ്റെ കൂടെ ഒരുപാട് തൊഴിലുണ്ടാവും, അവരുടെ കൺവെട്ടിച്ചുകൊണ്ട് ഞാൻ നിന്റെ കൂടെ ഇറങ്ങിപ്പോരാം എന്നൊരു വാക്ക് ഉമൈമ ആ വൃദ്ധയോട് പറഞ്ഞ് അബ്ദുള്ളയോട് പറയാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ ആ സ്ത്രീ അവരുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ മുഴുവനും വിശദീകരിക്കുന്നു. അങ്ങനെ ആ അന്ന് രാത്രിയിൽ ഇവർ ആ കുളക്കടവിൽ പോയിക്കൊണ്ട് തന്റെ പ്രിയപ്പെട്ട കാമുകിയെയും കാത്തിരിക്കുകയാണ്. ഏറെ സമയം കഴിഞ്ഞിട്ടും ആരും അവിടേക്ക് എത്തുന്നില്ല. ഉമർ റളിയല്ലാഹുവിന് ദേഷ്യം വരുന്നുണ്ട്. ഉമർ റളിയല്ലാഹു പറയുന്നു, അബ്ദുള്ള നമുക്ക് പോകാം, ആ പെൺകുട്ടികൾ നമ്മളെ പറ്റിച്ചതാണ്, നമുക്ക് അവരെ കൊട്ടാരത്തിൽ ചെന്ന് ഒരു പാഠം പഠിപ്പിക്കാം. അങ്ങനെ ഏറെ സമയം കഴിഞ്ഞപ്പോഴാണ് അവിടേക്ക് ഒരു വെളിച്ചവുമായിട്ട് കുറച്ച് ആളുകൾ വരുന്നത്. 200-ലധികം തൊഴിലുകൾ ഉണ്ടായിരുന്നു ഉമൈമയുടെ കൂടെ. കുളി കഴിഞ്ഞ് പോകാൻ നിൽക്കുന്ന സമയത്താണ് ഉമൈമയും കൂട്ടിയിട്ട് ആളുകൾക്കിടയിൽ നിന്ന് കബളിപ്പിച്ചുകൊണ്ട് അബ്ദുള്ളയും ഉമർ റളിയല്ലാഹുവും രക്ഷപ്പെടുന്നത്. അങ്ങനെ അവർ മരുഭൂമിയിലെത്തി യാത്ര തുടരുന്ന സമയത്ത്
അവർക്ക് വളരെ ക്ഷീണം വരികയും അങ്ങനെ ഒരു ടെന്റ് കെട്ടിയിട്ട് 3 ടെന്റുകൾ കെട്ടിയിട്ട് അവർ അന്ന് അവിടെ രാത്രി കഴിയാം എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ വലിയ ടെന്റുകൾ കെട്ടി 3 ടെന്റുകൾ കെട്ടി നടുവിലെ ടെന്റിലാണ് ഉമൈമ രാജകുമാരി കഴിയുന്നത്. ഒരു സൈഡിൽ ഉമറും മറ്റു സൈഡിൽ അബ്ദുള്ളയും അവരങ്ങനെ രാത്രി ഉറങ്ങാൻ കിടക്കുകയാണ്. ആ സമയത്ത് കൊട്ടാരത്തിലെ കാഴ്ചകൾ വളരെ വ്യത്യസ്തമായിരുന്നു. രാജാവ് തന്റെ മകളെ എല്ലാവർക്കും മുന്നിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് തൻ്റെ മകളെ കാണാതായ വിവരം രാജാവ് അറിയുന്നത്. ഉടനെ അവരുടെ റൂമിൽ ചെന്ന് നോക്കിയപ്പോഴാണ് അവരെ ഞെട്ടിപ്പിക്കുന്ന ആ ഒരു കത്ത് രാജാവ് കാണുന്നത്. ആ സമയത്ത് രാജാവ് ഉറക്കനെ വിളിച്ചു പറയുന്നു, അബ്ദുള്ള ഈ നാട്ടിലെത്തിയിട്ടുണ്ട്, അവൻ്റെ തലയറുത്തു കൊണ്ടുവരുന്നവർക്ക് വലിയ പ്രതിഫലം രാജാവ് പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ എന്തു വില കൊടുത്തും തൻ്റെ മകളെ കൊണ്ടുപോയി അബ്ദുള്ളയുടെ തല വെട്ടി കൊട്ടാരത്തിലേക്ക് എത്തിക്കാൻ രാജാവ് തയ്യാറെടുക്കുകയാണ്. അങ്ങനെ വലിയൊരു സൈന്യത്തെ അദ്ദേഹത്തെ പിടികൂടാൻ വേണ്ടി, നാട് വിട്ടുപോയ തൻ്റെ മകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി രാജാവ് പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ രാത്രി ഏറെ സമയം വൈകിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പതിയെ ഉറക്കമുണർന്ന് നോക്കുമ്പോൾ തൻ്റെ ടെന്റിന്റെ പുറത്ത് ആരോ നിൽക്കുന്നത് കാണുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഒറ്റ ചാട്ടത്തിന് അയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ടെന്റിന്റെ പുറത്തേക്ക് കടന്നപ്പോഴാണ് മനസ്സിലാവുന്നത് അത് അബ്ദുള്ളയാണ്. അബ്ദുള്ള വളരെ പരവശയായി നിൽക്കുകയാണ്. എന്താണ് ഉമർ, നീ എന്നെ കൊല്ലാൻ തരികയാണോ? ഉമർ മറുപടി പറയുന്നു, ഞാൻ ശത്രുക്കൾ ആരെങ്കിലും ആണ് എന്ന് വിചാരിച്ചു കൂട്ടുകാരാ. അങ്ങനെ സമയം മുന്നോട്ട് പോയി അബ്ദുള്ള പറയുന്നുണ്ട്, ഉമറെ കുതിരയുടെ കുളമ്പടികൾ കേൾക്കുന്നുണ്ട്, നമുക്കെതിരെ ശത്രുക്കൾ വരുന്നുണ്ട്. ഉമർ റളിയല്ലാഹു കാതു കുറിപ്പിച്ചിട്ട് പറയുന്നു, അബ്ദുള്ള അപകടമാണിത്, ഇത് ഒരു കുതിര മാത്രമല്ല അനേകം കുതിരകളുണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെട്ടേ പറ്റൂ. ആ സമയത്ത് അബ്ദുള്ള പറയുന്നുണ്ട്, ഉമറെ ഞാൻ അവർക്കെതിരെ പോരാടാം, നീ എന്ത് കാരണവശാലും ആ യുദ്ധത്തിന് വേണ്ടിയിട്ട് പുറപ്പെടരുത്, ഞാൻ അവരെ എല്ലാവരെയും ശരിപ്പെടുത്താം. ഉമർ നമുക്ക് പറയുന്നുണ്ട്, ഞാൻ നിന്റെ കൂടെ ഇടിയും കൊല്ലാനും ഒക്കെ വേണ്ടിയിട്ടാണ് മക്കയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് തന്നെ, എന്നിട്ട് നീ എന്നെ യുദ്ധത്തിന് ഇറങ്ങണ്ട എന്നാണ് പറയുന്നത്. ആ സമയത്ത് അബ്ദുള്ള മറുപടി പറയുന്നു, ഉമർ നീ ഒരു കാര്യം ചെയ്യണം, ഉമൈമ ആ ടെന്റിന് മുന്നിൽ ഉറങ്ങുകയാണ്, നീ അവർക്ക് വേണ്ടി കാവൽ നിൽക്കണം, ഒരാളും നിന്റെ കൈക്കരുത്ത് കടന്നുകൊണ്ട് ഉമൈമയുടെ അടുത്തേക്ക് എത്തരുത്, മറ്റാളുകളെ മുഴുവനും ഞാൻ നോക്കിക്കൊള്ളാം. അങ്ങനെ പട്ടാളക്കാർ മുഴുവനും വരുന്നുണ്ട്. അബ്ദുള്ള വളരെ ധീരമായി അവർക്കെതിരെ പോരാടുന്നുണ്ട്. ആരും ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തേക്കോ ടെന്റിന്റെ അടുത്തേക്കോ ഒന്നും എത്തുന്നില്ല. ആ സമയത്ത് പട്ടാളക്കാർ മുഴുവനും പിന്തിരിഞ്ഞോടുകയാണ്. അങ്ങനെ അവർ സമാധാനമായി എന്ന് കരുതി ഇരിക്കുമ്പോഴാണ് പട്ടാളക്കാർ ഇവർക്കെതിരെ അമ്പെയ്ത്ത് തുടങ്ങുന്നത്. അമ്പെയ്ത്തിൽ പിടിച്ചു നിൽക്കാൻ അബ്ദുള്ളക്കാവുന്നില്ല. ഒരു അമ്പ് വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ നെഞ്ചു തുളച്ച് കയറുകയാണ്. ഉമർ റളിയല്ലാഹു വളരെ വേദനയോടെ അബ്ദുള്ളയെ താങ്ങി പിടിച്ച് കൊണ്ടുവന്ന് നിലത്ത് കിടത്തുന്നു. ആ സമയത്ത് അബ്ദുള്ള പറയുന്നുണ്ട്, ഉമറെ എൻ്റെ അമ്പ് നീ വലിച്ചു വരണം, വലിച്ചൂരിക്കഴിഞ്ഞാൽ അത് നെഞ്ചി പിളർന്നു പോകുമെന്ന് ഉമർ ഉറപ്പായിരുന്നു. വളരെ ധീരനായ മക്കയിലെ ശൂരനും പരാക്രമമായിരുന്ന ഉമറിന്റെ മനസ്സ് ഇടറുകയാണ്. അദ്ദേഹം അബ്ദുള്ളയോട് പറയുന്നുണ്ട്, ഇല്ല അബ്ദുള്ള, എനിക്കത് താങ്ങാനാവുന്നില്ല. അബ്ദുള്ള വളരെ പുഞ്ചിരിയോടെ പറയുന്നുണ്ട്, ഉമറെ നീ അത് വലിച്ചൂര്. അങ്ങനെ കാല് ചവിട്ടിപ്പിടിച്ച് ഊരാനിരിക്കുന്ന സമയത്ത് അബ്ദുള്ള പറയുന്നു, നീ ഉമൈമയെ വിളിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവരണം. ഉമൈമ ടെന്റിൽ നിന്ന് പുറത്തു വരുമ്പോൾ കാണുന്നത് തൻ്റെ പ്രിയതമന്റെ നെഞ്ചിൽ ചവിട്ടി നിൽക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെയാണ്. ഉമൈമ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, എന്താണ് ഉമറെ നീ കാണിക്കുന്നത്, നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ നീ കൊല്ലുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹുവിനെ വലിച്ചിട നിൽക്കുന്ന സമയത്താണ് അബ്ദുള്ള വളരെ വേദനയോടെ ഉമൈമയോട് പറയുന്നുണ്ട്, ഉമൈമ ഉമർ ഒന്നും ചെയ്തിട്ടില്ല, ഉമർ നിരപരാധിയാണ്, എന്നെ ഇങ്ങനെയാക്കിയത് നിന്റെ പിതാവിൻ്റെ പട്ടാളക്കാരാണ്, എനിക്ക് ഒരു കാര്യം മാത്രമേ ഇനി നിന്നോട് പറയാനുള്ളൂ, ഞാൻ ഈ ലോകത്തോട് ഈ സമയം ഇവിടെ വിട പറയും, അതുകൊണ്ട് നീ ഒരിക്കലും നിന്റെ പിതാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകരുത്, ഞാൻ ആഗ്രഹിക്കുന്നത് നീ മക്കയിലേക്ക് പോകണമെന്നാണ്, നീ ഉമറിൻ്റെ കൂടെ അവിടേക്ക് ചെല്ലണം, അവിടെ മക്കയിലെ വളരെ പ്രമുഖനായ ഒരാളുണ്ട്, അദ്ദേഹത്തെ പോയിട്ട് നീ കാണണം. ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നു, അബ്ദുള്ള മക്കയിലെ ഏതാളെയാണ് ഞാൻ ഉമൈമക്ക് കാണിച്ചു കൊടുക്കേണ്ടത്, അബൂജഹലിനെയാണോ, വലീദിനെയാണോ, ഉത്ബയാണോ, ഷെയ്ബയാണോ, മക്കയിലെ ഏത് പ്രമുഖനെയാണ് ഞാൻ കാണിച്ചു കൊടുക്കേണ്ടത്? ആ സമയത്ത് അബ്ദുള്ള മറുപടി പറയുന്നു, അവരൊക്കെ മക്കയിലെ പ്രമുഖനാണെങ്കിൽ ഖത്താബിന്റെ മകനെ നീയും മക്കയിലെ പ്രമുഖനല്ലേ, പക്ഷെ നിങ്ങളൊന്നുമല്ല മക്കയിലെ പ്രമുഖൻ, മക്കയിലെ ഇന്ന് ഏറ്റവും വലിയ പ്രമുഖനായ മനുഷ്യൻ ഒരു പ്രവാചകനാണ്, മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിച്ചിരിക്കുകയാണ്. ആര്? ആ അനാഥനായ ദരിദ്രനായ മനുഷ്യനോ? പ്രവാചകനാണെന്ന് കള്ളം പറഞ്ഞു നടക്കുന്ന അവനാണോ മക്കയിലെ വലിയ പ്രമുഖനായ മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ചിരിക്കുകയാണ്. ആ സമയത്ത് അബ്ദുള്ള മറുപടി പറയുന്നുണ്ട്, ഉമറെ നീ ആ മനുഷ്യനെ ഒന്ന് കാണണം, ഞാൻ അദ്ദേഹത്തെ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടുണ്ട്, നീ കണ്ടിട്ടുണ്ടെങ്കിലും നീ ഇതേവരെ അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടില്ല, നീ അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണങ്ങളെ അറിയണം, അദ്ദേഹത്തിന്റെ പറയുന്ന മതത്തിൽ നീ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവാചകനെ പറ്റി ഏറെ നേരം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് ഉമൈമയെ വിളിച്ചിട്ട് പറയുന്നു, ഉമൈമ ആ മനുഷ്യനെ നീ പോയിട്ട് കാണണം, മാത്രമല്ല ഒരാഗ്രഹം കൂടി മരിക്കുന്നതിന് മുമ്പ് എനിക്കുണ്ട്, നീ അദ്ദേഹത്തിന്റെ സത്യമതത്തിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുള്ള തൻ്റെ പ്രിയപ്പെട്ട കാമുകിക്ക് അവിടുന്ന് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. വളരെ ഐശ്വര്യപൂർണമായ സമാധാനപൂർണമായ സാഹചര്യമായിരുന്നു അത്. അക്രമത്തിന്റെ ചോരത്തിളപ്പിൽ കിടക്കുമ്പോഴും കൊല്ലപ്പെട്ട് ഈ ലോകത്തോട് വിട പറയാനിരിക്കുമ്പോഴും
തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ അവർ ശാശ്വതമായ ഇസ്ലാമിൻ്റെ തീരത്തേക്ക് വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെ അബ്ദുള്ളയുടെ നെഞ്ചിൽ കിടക്കുന്ന അമ്പ് ഉമർ റളിയല്ലാഹു അൻഹു വലിച്ചൂരുകയും അതൊരുപാട് രക്തം പുറപ്പെടുകയും അങ്ങനെ അബ്ദുള്ള ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. ആ സമയത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ വാൾ വലിച്ചൂരിയിട്ട് തങ്ങളുടെ കൂട്ടുകാരനെ ഈ സ്ഥിതിയിലാക്കിയ പട്ടാളക്കാർക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് പുറപ്പെടാനിരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വസ്ത്രത്തിൽ ഉമൈമ പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, നീ എവിടേക്കാണ് ഉമറെ? അദ്ദേഹം പറയുന്നു, അവരെ എനിക്കൊരു പാഠം പഠിപ്പിക്കണം. ആ സമയത്ത് ഉമൈമ മറുപടി പറയുന്നു, ഉമറെ, നീ നിന്റെ കൂട്ടുകാരനെ പ്രതികാരം ചെയ്യാൻ പോവുകയാണെങ്കിൽ നിന്നെക്കാൾ അവനോട് ബാധ്യതയുള്ളത് എനിക്കാണ്, ഞാനും നിന്റെ കൂടെ വരുന്നു. അങ്ങനെ മുറിവേറ്റ് ഈ ലോകത്തോട് വിട പറഞ്ഞു കിടക്കുന്ന അബ്ദുള്ളയുടെ വാളെടുത്തിട്ട് ഉമൈമയും ഉമർ റളിയല്ലാഹുവിൻ്റെ കൂടെ പുറപ്പെടുകയാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു ഉമൈമയോട് പറയുന്നുണ്ട്, ഉമൈമ, നിന്നെ മക്കയിലേക്ക് എത്തിക്കാമെന്ന് ഞാൻ വാക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് നീ എൻ്റെ പിറകിൽ നിന്ന് ഒരിക്കലും മാറരുത്. നീ എന്തൊക്കെ വന്നാലും എൻ്റെ മുന്നിലേക്ക് വരരുത്. എന്നെ എന്തെങ്കിലും അവർ ചെയ്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിന്റെ അടുത്തേക്ക് അവർ എത്താൻ പാടുള്ളൂ. അവരെ അങ്ങനെ പോവുകയും അവിടെ ഒളിച്ചിരിക്കുന്ന പട്ടാളക്കാരെ മുഴുവനും വധിക്കാൻ തുടങ്ങുകയുമാണ്. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഒരുപാട് പേരെ ഉമർ റളിയല്ലാഹു കൊലപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് അവരെല്ലാവരും ഓടിപ്പോകുന്നു. ശേഷം അബ്ദുള്ളക്കെതിരെ പ്രയോഗിച്ച അതേ അസ്ത്രം തന്നെ ഇവിടെ വീണ്ടും ഉപയോഗിക്കുകയാണ്. അവർ അമ്പ് ചെയ്യാൻ തുടങ്ങുന്നു. അമ്പ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു വരുന്ന അമ്പ് കണ്ട് മാറി നിൽക്കുകയും തൻ്റെ നേർക്ക് വന്ന അമ്പ് തന്നെക്കാൾ നീളം കുറഞ്ഞ ഉമൈമയുടെ കഴുത്ത് തുളച്ച് കയറുകയും ചെയ്യുന്നു. വളരെ വേദനയോടെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ആ കാഴ്ച കണ്ടു നിൽക്കുന്നത്. ഉടനെ ഉമൈമയെ എടുത്തിട്ട് ടെന്റിലേക്ക് കൊണ്ടുപോവുകയാണ്. അവരുടെ കഴുത്ത് തുളഞ്ഞു കിടക്കുന്ന അമ്പ് കണ്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന് വളരെയേറെ വേദന ഉണ്ടാവുന്നുണ്ട്. കാരണം ഈ പ്രിയപ്പെട്ട രണ്ടാളുകളും ഈ ലോകത്തോട് വിട പറയുകയാണ്. ഉമൈമ വളരെ വേദനയോടെ പറയുന്നുണ്ട്, ഉമറെ, എന്നെ നീ അബ്ദുള്ള എടുത്തു കൊണ്ടുപോയി കിടത്തണം. അങ്ങനെ ചെറുപ്പത്തിൽ ഒരുമിച്ച് കളിച്ച് വളർന്ന ആളുകൾ മരണത്തിലും അവർ ഒരുമിച്ച് കിടക്കുകയാണ്. ആ സമയത്ത് ഉമൈമ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉമറെ, എനിക്ക് കുറച്ച് വെള്ളം കൊടുന്നു തരൂ, എനിക്ക് വളരെയധികം ദാഹിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പരവശനായി പോയി. എന്താണ് ഞാൻ ചെയ്യുക? ഈ മരുഭൂമിയിൽ എവിടെയാണ് വെള്ളം കിട്ടുക? അങ്ങനെ അദ്ദേഹം തൻ്റെ ടെണ്ടിൽ നിന്ന് പുറത്തിറങ്ങി ഏറെ നേരം മുന്നോട്ട് പോകുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. താൻ വിശ്വസിക്കുന്ന ലാത്തയോടെയും മുസയോടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഉമൈമ ഈ ലോകത്തോട് വിട പറയാൻ വേണ്ടിയിട്ട്. കാരണം അവരുടെ വേദനിക്കുന്ന മുഖവും ദാഹിച്ചവശയായ അവരുടെ ഹൃദയവും ഒന്നും അവർക്ക് കാണാൻ താങ്ങുന്നതല്ല. അങ്ങനെ കുറച്ചു നേരം മുന്നോട്ട് പോയപ്പോൾ പാറയെടുക്കിൽ അദ്ദേഹം കുറച്ച് വെള്ളം കാണുകയാണ്. അങ്ങനെ ആ വെള്ളം കൊണ്ടുവന്ന് ഉമൈമ മരിക്കരുതേ എന്ന പ്രാർത്ഥനയായിട്ട് അദ്ദേഹം വീണ്ടും ടെന്റിലേക്ക് വരുന്നു. അങ്ങനെ വരുമ്പോൾ ഉമൈമ തൻ്റെ അവസാന ശ്വാസത്തിൽ പെടയുന്നത് ഉമർ റളിയല്ലാഹു അൻഹു കാണുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ വായിലേക്ക് വെള്ളം കൊടുക്കുമ്പോൾ ഏവരെയും വേദനിപ്പിക്കുന്ന തരത്തിൽ തൻ്റെ ചങ്കു തുളച്ചു പോയ അമ്പിന്റെ വിടവിലൂടെ ആ വെള്ളം മുഴുവനും പുറത്തേക്ക് വീഴുന്ന വേദനീയമായ കാഴ്ച ഉമർ റളിയല്ലാഹു അൻഹു കാണുകയാണ്. മക്കയിലെ ക്രൂരനായിരുന്ന ഉമർ ആ സമയത്ത് അവിടെ ഇരുന്ന് കരഞ്ഞു പോകുന്നു. അങ്ങനെ വളരെ വേദനിപ്പിക്കുന്ന ഒരു ചരിത്ര ഹേഡായിരുന്നു അത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അവരെ രണ്ടുപേരെയും ആ മരുഭൂമിയിൽ വെച്ച് ഖബറടക്കിയിട്ടാണ് തിരിച്ച് മക്കയിലേക്ക് പോരുന്നത്. മക്കയിൽ എത്തിയിട്ടും ഉമർ റളിയല്ലാഹു അൻഹുവിന് ഈ വിഷമവും സങ്കടവും ഒന്നും മാറിയിരുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്ന സമയത്താണ് അബൂജഹൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകളെ പറഞ്ഞയക്കുന്നത്. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ആ ദൗത്യം ഏറ്റെടുക്കുകയും പ്രവാചകനെ വധിക്കാൻ വേണ്ടിയിട്ട് ദാറുൽ അർഖമിലേക്ക് പോകുന്നതും. അങ്ങനെ പോകുന്ന സമയത്താണ് ഒരാൾ വഴിയിൽ വരികയും ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, നിന്റെ കുടുംബക്കാരെ നന്നാക്കിയിട്ട് പോരെ നാട്ടുകാരെ നന്നാക്കുന്നതെന്നും. അങ്ങനെ അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു തന്റെ സഹോദരിയും ഭർത്താവ് ഇസ്ലാം സ്വീകരിച്ച വിവരമൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു അറിയുന്നതും അവരുടെ അടുത്ത് പോകുന്നതും അവരുടെ ഖുർആൻ പാരായണം കേൾക്കുന്നതും ഇസ്ലാമിലേക്ക് വരുന്നതൊക്കെ. ദാറുൽ അർഖമിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ഊരിപ്പിടിച്ച വാളുമായിട്ട് വരുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കുന്നത് ഹംസയാണ്. ഹംസ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉമറെ, നിന്റെ ഉദ്ദേശം നല്ലതിനാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കും, അല്ലെങ്കിൽ എൻ്റെ വാളിൻ്റെ ശക്തി നീ അറിയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ അവർ സ്വീകരിക്കുന്നത്. ആ സമയത്താണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറിനെ അകത്തേക്ക് വിളിക്കുന്നതും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതൊക്കെ. ആ സമയത്ത് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ളത് അബ്ദുള്ളയുടെയും ഉമൈമയുടെ ഒക്കെ മുഖമാണ്. അവരാണ് എന്നെ പ്രവാചകനെ പറ്റി പരിചയപ്പെടുത്തി തരുന്നത് പറഞ്ഞുകൊണ്ട് ആ വേദനയിലാണ് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞു നിർത്തുന്നത്. അങ്ങനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ ആശ്വാസകരമായിട്ട് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുരിതപൂർണമായ സാഹചര്യത്തിലാണ് ഈ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉമർ റളിയല്ലാഹു അൻഹു ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. കഥ പറഞ്ഞു കൊടുത്തപ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിന് വലിയൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് ഉമറെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത വളരെ കണ്ണീരിൽ കുതിർന്ന ആ പ്രണയത്തിൻ്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും.